ഈ ദിവസം നീ ഏതിനാൽ ബന്ധിക്കപ്പെട്ടിരിക്കുന്നുവെന്ന് നിനക്ക് നന്നായിട്ടറിയാം. ചില ആളുകൾ ഡിപ്രഷനിലാൽ ബന്ധിക്കപ്പെട്ടിട്ടുണ്ട്. മറ്റു ചില ആളുകൾ പരാജയത്താൽ ബന്ധിക്കപ്പെട്ടവരാണ്. മറ്റു ചില ആളുകൾ രോഗത്താൽ ബന്ധിക്കപ്പെട്ടവരാണ്. മറ്റു ചില ആളുകൾ കടഭാരത്താൽ ബന്ധിക്കപ്പെട്ടവരാണ്. ഇങ്ങനെ പലതരത്തിലുള്ള കഷ്ടതകളാൽ പരീക്ഷണങ്ങളാലൊക്കെ ബന്ധിക്കപ്പെട്ടവരാണ്. എന്തു ചെയ്താലാണ് ഈ ബന്ധനത്തിൽ നിന്ന് വിടുതൽ പ്രാപിക്കാൻ കഴിയും, സമാധാനത്തോടെ ജീവിക്കാൻ കഴിയും എന്ന് ചോദിക്കുകയാണെങ്കിൽ അതിൻ്റെ ഉത്തരം സിമ്പിളാണ്. പ്രാർത്ഥിച്ചാൽ, കർത്താവിൽ വിശ്വസിച്ചാൽ, കർത്താവിൻ്റെ കരങ്ങളിലേക്ക് നിന്റെ പ്രശ്നങ്ങളെ സമർപ്പിച്ചാൽ ആ കുട്ടിക്ക് റോഡ് മുറിച്ചു കടക്കണമെന്നുണ്ടെന്നാൽ വലിയ തിരക്കാണ്. അപ്പോൾ ആ റോഡിൽ അങ്ങോട്ടും ഇങ്ങോട്ടുമെല്ലാം ഒരുപാട് വാഹനങ്ങൾ തിരക്ക് പിടിച്ചു പോകുമ്പോൾ അപകടം നിറഞ്ഞതായ റോഡ് മുറിച്ചു കടക്കുവാനായിട്ട് പെൺകുട്ടി നിൽക്കുകയാണ്. അതേസമയത്ത് റോഡ് മുറിച്ചു കടക്കുവാൻ കുറേ ആളുകൾ അവിടെ കാത്തു നിൽക്കുന്നുണ്ട്. അവസരം ലഭിക്കുന്നതോർത്ത് കാത്തു നിൽക്കുന്നു. ഈ സമയത്ത് ഒരു പ്രായമുള്ള മനുഷ്യൻ അവിടെ വന്ന് നിന്നു. ആ ചെറിയ പെൺകുട്ടി എല്ലാവരുടെയും മുഖത്ത് നോക്കുന്നു. അതുപോലെ ആ പ്രായമുള്ള മനുഷ്യൻ്റെയും മുഖത്ത് നോക്കി. എന്നിട്ട് ചോദിച്ചു, അങ്കിൾ, എന്നെ അപ്പുറത്തേക്കൊന്ന് കടത്താമോ? ഈ റോഡ് എനിക്ക് കടക്കണം. എനിക്ക് ഭയം തോന്നുന്നു. എനിക്ക് ഒറ്റയ്ക്ക് കഴിയില്ല. ഒരുപക്ഷേ വണ്ടികളുടെ ഇടയിൽ ഞാൻ പെട്ടുപോകുമോ, അപകടം സംഭവിക്കുമോ എന്നുള്ളതായ ഭയം എനിക്ക് ഉണ്ടാവുകയാണ്. എന്നെ ഒന്ന് കടത്തിവിടാമോ? അപ്പോൾ ആ പ്രായമുള്ള മനുഷ്യൻ പറഞ്ഞു, ഇവിടെ ഒരു റോഡ് മുറിച്ചു കടക്കുവാൻ ഒരുപാട് പേർ നിൽക്കുമ്പോൾ അവരോട് ആരോടും തന്നെ ചോദിക്കാതെ നീ എന്നോട് മാത്രം എന്തുകൊണ്ടാണ് ചോദിച്ചത്? അപ്പോഴാ പെൺകുട്ടി പറഞ്ഞു, എന്തുകൊണ്ടോ നിങ്ങളെ നോക്കുമ്പോൾ എനിക്കങ്ങനെ ഒരു വിശ്വാസമുണ്ടായി. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളുടെ കരം പിടിക്കുന്നത്. എന്നെ വഴിയൊന്ന് കടത്തിവിടാമോ? ആ വാക്കുകൾ കേട്ടപ്പോൾ ആ പ്രായമുള്ള മനുഷ്യൻ ആ കൊച്ചു പെൺകുട്ടിയുടെ കയ്യിൽ മുറുകെ പിടിച്ചു. കാരണം എന്താണെന്ന് വെച്ചാൽ, ഇത്രയും ആളുകളുണ്ടായിട്ടും എന്തുകൊണ്ടോ ഈ കുട്ടി എന്നെ മാത്രമാണ് വിശ്വസിച്ചത്. എന്നെ വിശ്വസിച്ച ഈ പെൺകുട്ടിക്ക് യാതൊരു ആപത്തും സംഭവിക്കാതെ, യാതൊരു കേടും സംഭവിക്കാതെ അപ്പുറത്തെത്തിക്കേണ്ട ഉത്തരവാദിത്തം എനിക്കുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ആ പ്രായമുള്ള മനുഷ്യൻ ആ ചെറിയ പെൺകുട്ടിയെ, തന്നിൽ വിശ്വസിച്ചതായ പെൺകുട്ടിയെ അക്കരയ്ക്ക് റോഡിൻ്റെ അപ്പുറത്തേക്ക് കയറ്റിവിട്ടു. പ്രിയ സഹോദര സഹോദരി, ഈ പ്രായമുള്ള മനുഷ്യനേക്കാൾ വളരെ ശ്രേഷ്ഠനായ ഒരു കർത്താവ് നമുക്ക് വേണ്ടി സ്വർഗത്തിലുണ്ട്. അവൻ്റെ പേരാണ് കർത്താവായ യേശു ക്രിസ്തു. ആ ചെറിയ പെൺകുട്ടിയെപ്പോലെ നമ്മൾ കർത്താവിൻ്റെ അടുക്കൽ വന്ന് പറയണം, കർത്താവേ, നിന്റെ കരങ്ങളിലേക്ക് ഞാൻ എൻ്റെ കരം വച്ചിരിക്കുന്നു. എന്തുകൊണ്ടാണ്? നിന്നെ എനിക്ക് അത്രയ്ക്ക് വിശ്വാസമാണ്. എൻ്റെ മുൻപിലുള്ളതായ അപകടകരമായ സാഹചര്യത്തിൽ നിന്നും, അതുപോലെ ആപത്തുകളിൽ നിന്നും അനർത്ഥങ്ങളിൽ നിന്നും എന്നെ നിനക്ക് രക്ഷിക്കാൻ കഴിയുമെന്നും എന്നെ അക്കരയ്ക്ക് കൊണ്ടുപോകുവാൻ കഴിയുമെന്നും വിശ്വസിച്ച് നിന്റെ കൈകളിലേക്ക് എൻ്റെ കൈകൾ ഞാൻ വെച്ചിരിക്കുകയാണ്. ഇങ്ങനെ നിങ്ങൾ പറഞ്ഞു നോക്കുക. ആ വാക്കുകൾ കേട്ടപ്പോൾ എന്തുകൊണ്ടോ എല്ലാവരെയും കാൾ നിങ്ങളെ തന്നെ വിശ്വസിക്കുവാനായിട്ട് എനിക്ക് തോന്നി. അതുകൊണ്ടാണ് കൈ തന്നത്. ഇങ്ങനെ ആ പെൺകുട്ടി പറഞ്ഞപ്പോൾ ആ പ്രായമുള്ള മനുഷ്യൻ ആ കുട്ടിയുടെ കയ്യിൽ മുറുകെ പിടിച്ചു. കാരണമറിയാമോ, എന്നിൽ വിശ്വസിച്ച് ആണ് ആ പെൺകുട്ടി ഇപ്പോൾ നിൽക്കുന്നത്. അതുകൊണ്ട് അവളെ ലക്ഷ്യസ്ഥാനത്തേക്ക് ഞാൻ ക്ഷേമത്തോടെ തന്നെ കൊണ്ടുപോകും. പ്രിയ സഹോദര സഹോദരി, നീ എത്തുവാൻ ആഗ്രഹിക്കുന്നതായ ലക്ഷ്യത്തിലേക്ക് നിന്നെ കൊണ്ടുപോകുവാൻ കർത്താവായ യേശുക്രിസ്തു മതിയായവനാണ്. എപ്പോഴെന്നറിയാമോ, നിന്റെ ജീവിതത്തെ കർത്താവിൻ്റെ കരങ്ങളിലേക്ക് നീ സമർപ്പിക്കുമ്പോൾ. ലെറ്റ്സ് പ്രേ. നമുക്ക് പ്രാർത്ഥിക്കാം. മഹാപരിശുദ്ധനായ സ്നേഹവാനായ പിതാവേ, വിതയ്ക്കപ്പെട്ട ഈ വചനം ഫലം കായ്ക്കണം. കർത്താവേ, ഞങ്ങൾ വചനപ്രകാരം ജീവിക്കണം. ഞങ്ങളുടെ ജീവിതത്തിലെ കഷ്ടതയിൽ, നിരാശകളിലൊന്നും വീണുപോകാതെ പാട്ടിനാലും പ്രാർത്ഥനയാലും അവയെ ഞങ്ങൾ ജയിക്കണം. ചുറ്റുപാടുമുള്ളവർക്ക് അനുഗ്രഹീതമായ ഒരു ജീവിതം ഞങ്ങൾ നയിക്കാനിടയാകണം. അങ്ങനെയുള്ള ജീവിതം ഞങ്ങൾക്ക് തരണമേ. ഈ ആഴ്ചയിൽ ഒരുപാട് കാര്യങ്ങൾ ഞങ്ങൾക്ക് ചെയ്യേണ്ടതുണ്ട്. ഞങ്ങളുടെ പരിശ്രമങ്ങളിലും ഞങ്ങളുടെ യാത്രകളിലുമെല്ലാം ദൈവമേ, നിന്റെ അനുഗ്രഹമുണ്ടാകണമേ. ഞങ്ങളുടെ കുടുംബത്തിന് ചുറ്റും വേലികെട്ടി നീ പരിപാലിക്കണമേ. നിത്യമായി നിന്നെ സേവിക്കുവാനുള്ളതായ കൃപയും തരണമെന്ന് യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു പിതാവേ. ആമേൻ.